വെള്ളിയാഴ്ച ദിവസം നാം എല്ലാവരും അൽ കഹ്ഫ് സൂറത്ത് ഓതാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തുകളും വർദ്ധിപ്പിക്കാറുണ്ട് അല്ലേ? അതേ പ്രകാരം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഖുൽ ഹുവല്ലാഹു സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്തും ഓതൽ സുന്നത്താണ് എന്നും നമുക്കറിയാം. എന്നാൽ വളരെ പഴക്കമുള്ള ഒരു പുണ്യമായ കർമ്മം വെള്ളിയാഴ്ചയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കമ്മിയാണ്. വളരെ ചുരുക്കം പള്ളികളിൽ മാത്രമാണ് അതുള്ളത്. അതായത് വെള്ളിയാഴ്ച ജുമാ നിസ്കാര ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ തന്നെ സൂറത്തുൽ ഖുൽ അഊദു റബ്ബിൽ ഫലഖ് 7 പ്രാവശ്യം, ഖുൽ അഊദു റബ്ബിന്നാസ് 7 പ്രാവശ്യം, ഇങ്ങനെ ഫാത്തിഹ 7 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുന്നൊരു പതിവ് പണ്ട് കാലത്ത് പഴയ മഹല്ലുകളിലൊക്കെ പള്ളിയിൽ ഉണ്ടായിരുന്നു ജുമാക്ക് ശേഷം. എന്നാൽ ഈ പതിവ് തുടർന്ന് പോകുന്നത് വളരെ നല്ല ഒരു വിഷയമായിട്ടാണ് കിതാബുകളിൽ പറയുന്നത്. അതായത് ജുമാക്ക് ശേഷം 7 പ്രാവശ്യം ഫാത്തിഹ ഓതുക, 7 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതുക, 7 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത് ഓതുക, 7 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്ത് ഓതുക. അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഒരു വെള്ളിയാഴ്ച മുതൽ മറ്റേ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ ആ ചൊല്ലിയ വ്യക്തി സംരക്ഷിക്കപ്പെടുന്നവനാണ്. അവന് ഒരു പ്രത്യേക സംരക്ഷണം ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, വക്കീൽ എന്ന മഹാൻ പറയുകയാണ്, ഞങ്ങളത് പരിശോധിച്ചു നോക്കി, അങ്ങനെ ആ പരിശോധനയിൽ ഞങ്ങൾക്ക് ആ സംരക്ഷണം ലഭിച്ചതായി കാണാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആയിഷ ബീവിയുടെ നിവേദനത്തിലും അതുപോലെ അസ്മാ ബിന്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ നിവേദനത്തിലും ഈ വിഷയങ്ങൾ കാണാം. ആയിഷ ബീവിയുടെ നിവേദനത്തിൽ ഫാത്തിഹ ഇല്ലാതെയും അസ്മാ എന്നവരുടെ റിവായത്തിൽ ഫാത്തിഹയോട് കൂടെയുമാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ സൂറത്തുകൾ ജുമാക്ക് ശേഷം 7 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. അടുത്ത ജുമ വരെ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്നതാണ് എന്നും കാണാം.